ഓ മത്സരം അല്ല, ഫിഫ വിൻഡോ തന്നത് പിന്നെ ഫിഫയാണ്. ഫിഫ വിൻഡോ തരുന്നത് ഫിഫയാണ്. നവംബർ വിൻഡോ എടുക്കുക. അതുകൊണ്ടാണ് AFA അവരുടെ ഒഫീഷ്യൽ പിന്നെ പേജിൽ അനൗൺസ് ചെയ്തല്ലോ നവംബർ മാസത്തിൽ അവർ. ഒരു മിനിറ്റ്, അല്ല ഞാൻ നിങ്ങൾക്ക് എല്ലാം മറുപടി പറഞ്ഞിട്ടേ പോവുള്ളൂ, അതിന് മുന്നേ പോവില്ല. 1 by 5 ചോദിച്ചോളൂ. ഞാനല്ല പ്രഖ്യാപിച്ചത്, AFAന്റെ സൈറ്റിലാണ് പ്രഖ്യാപിച്ചത്. അതിനുശേഷം ഞാൻ പ്രഖ്യാപിച്ചത് ഏത് അല്ല, നിങ്ങൾ ഞാൻ പറയുന്നത് ഫിഫ അർജന്റീന ഞാൻ രാവിലെ 7 മണിക്ക് പ്രഖ്യാപിക്കുമ്പോ 7 മണിക്ക് രാത്രി 12 മണിക്ക് 1 മണിക്ക് AFA ഡയറക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രഖ്യാപിച്ച ശേഷമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആ സൈറ്റിൽ ഇപ്പോഴും ഉണ്ട്. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ കേരളത്തിലേക്ക് ഇല്ല എന്ന് പറയുന്ന അർത്ഥത്തില നിങ്ങൾ പറയേണ്ടത് എന്താണ്? ഞാൻ പറഞ്ഞ എന്താ? അടുത്ത വിൻഡോയിലേക്ക് മാറ്റി വെച്ചെന്നല്ലേ ഉള്ളൂ, അതല്ലേ പറയണ്ടേ? അല്ല, അടുത്ത വിൻഡോ ഏത്? അല്ല, അവര് അപ്പൊ അവര് പറയട്ടെ, നിങ്ങൾ അന്നേരം പറഞ്ഞാൽ മതി, പ്രശ്നം തന്നില്ലേ? ഏത്? അല്ല, അത് എന്റെ തീരുമാനമാണല്ലോ. അതിന് നിങ്ങൾ കൈയെടുത്തണ്ട. ഞാൻ എടുക്കുന്ന തീരുമാനം ഞാൻ എടുത്തോളൂ. അല്ല, ഞാൻ പറയുന്നറിയോ, മാർച്ച് വിൻഡോയിൽ കളി നടത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. അത് നിങ്ങൾ എടുക്കണ്ട. അല്ല, അടുത്ത വിൻഡോ, അതുകൊണ്ടാണ് നമ്മൾ അടുത്ത വിൻഡോ. ഈ വിൻഡോയിൽ ഫിഫ അനുമതി കിട്ടി അടുത്ത വിൻഡോയിൽ കളിക്കുക. ഇതിവിടെ ഗോട്ടി കളിക്കുകയല്ല, ഇവിടെ ഇന്റർനാഷണൽ മാച്ച് കളിക്കുകയാണ്. ആ മാച്ച് കളിക്കാനുള്ള മാച്ച് കളിപ്പിക്കാൻ വേണ്ടി ഒരു സ്റ്റേഡിയം റീവാമ്പ് ചെയ്ത് അതിന്റെ അപ്രൂവൽ എടുത്ത് അവരുടെ ഫിഫ വിൻഡോയിൽ അപ്രൂവൽ എടുത്ത് ആ ടീമിനെ അലോക്കേറ്റ് ചെയ്ത് ആ ടീമിനോട് ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത വിൻഡോയ്ക്ക് AFA തീരുമാനിക്കാമെന്ന് പറഞ്ഞാൽ അടുത്ത വിൻഡോയിൽ തീരുമാനിക്കും. ഏത്? അതാണ് ഞാൻ പറയും. ഇപ്പൊ നിങ്ങൾ ചോദിച്ചു, ഞാനിപ്പോ അടുത്ത വിൻഡോ മാർച്ച് എന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പറയും, നിങ്ങളല്ലേ പറഞ്ഞു പറയും അത് AFA അനൗൺസ് ചെയ്യട്ടെ, അത് AFA അനൗൺസ് ചെയ്യും. അല്ല, ഫിഫ അനൗൺസ് ചെയ്തില്ല, അതാണ് പറയുന്നത്. ആ ടീം നിങ്ങൾക്ക് അറിയേണ്ട എന്താ, മെസ്സി വരുമല്ലോ എന്നല്ലേ? അത് അല്ല, അതാണ് പറഞ്ഞത്. നവംബർ മാസത്തിലെ കളിക്ക് ഫിഫ അനുമതി നൽകിയിട്ടില്ല. പക്ഷെ മാർച്ച് മാസത്തിലെ വിൻഡോയ്ക്കുള്ള ആപ്ലിക്കേഷൻ മൂവ് ചെയ്തിട്ടുണ്ട്. ആ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുന്ന പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് അനൗൺസ് ചെയ്യും. അതിന് മുന്നേ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. പറ്റുമോ? അല്ല, രണ്ട് കാരണങ്ങളാണ്. ഒന്നാമത്തെ കാരണം, അങ്കോളയും കേരളവും തമ്മിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം 11 മണിക്കൂർ ട്രാവൽ അവേഴ്സ് ആണ്. 11 മണിക്കൂർ. പിന്നെ അങ്കോള ടു ഇന്ത്യ. അപ്പൊ സാധാരണ ടീമുകൾ ചെയ്യുന്ന പണി എന്താ പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു ലേ ഓവർ സ്പേസ് കണ്ടെത്തും. അത് അവർ കണ്ടെത്തിയിരുന്നത് ഖത്തറാണ്. അപ്പൊ എന്ത് ചെയ്യും, പിന്നെ അർജന്റീനയിലേക്ക് ഖത്തറിലേക്ക് വരും. ഖത്തറിൽ നിന്ന് അവര് അങ്കോളയിൽ പോകും, തിരിച്ച് ഖത്തറിൽ വരും, ഒരു ദിവസം അവർ ട്രെയിനിങ് നടത്തും, കേരളത്തിലേക്ക് വരും. അങ്ങനെയായിരുന്നു അവരുടെ തീരുമാനം ഉണ്ടായിരുന്നത്. പക്ഷെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, അത് ഫിഫ എഗ്രിമെന്റ് വയലേഷനാണ്, അല്ല ഫിഫ റൂൾസിന് വയലേഷനാണ്. അതുകൊണ്ട് അങ്ങനെ കളിക്കാൻ പറ്റില്ല എന്ന് AFAനോട് പറഞ്ഞു. നിങ്ങൾക്ക് ഡയറക്റ്റ് ട്രാവൽ ചെയ്യുന്ന 5 മണിക്കൂറിനുള്ളിൽ ഡയറക്റ്റ് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം. ആ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് 5 മണിക്കൂർ കൊണ്ട് അങ്ങോട്ട് നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ കഴിയില്ല. കാരണം അത് 2 ഭൂഖണ്ഡങ്ങളിലാണ്. 2 ഭൂഖണ്ഡങ്ങളിൽ കളിക്കണമെങ്കിൽ അടുത്തുള്ള സെക്ഷനിലെ പറ്റുള്ളൂ. 5 മണിക്കൂറിനുള്ളിൽ പറ്റും. അത് നമ്മുടെ പ്രശ്നമല്ല, അതാരുടെ പ്രശ്നമാണ്? AFAന്റെ പ്രശ്നമാണ്. അത് AFA അതേപടി അംഗീകരിച്ചു. കാരണം അവർക്കത് ആ ഫിഫ റിജക്ട് ചെയ്താൽ അത് ചെയ്യാൻ കഴിയില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഇന്ത്യയിൽ സ്റ്റേഡിയം, ഫിഫ റാങ്കിങ്ങിലുള്ള സ്റ്റേഡിയം, അപ്രൂവ്ഡ് സ്റ്റേഡിയം, ഫിഫ പിന്നെ സ്റ്റാൻഡേർഡ് ഉള്ള സ്റ്റേഡിയങ്ങൾ കുറേ ഉണ്ട്. അപ്രൂവ്ഡ് ഉള്ള സ്റ്റേഡിയം ആകെ അഹമ്മദാബാദ് സ്റ്റേഡിയം മാത്രമേ ഉള്ളൂ, പുതിയ നരേന്ദ്രമോദി സ്റ്റേഡിയം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ വേറെ ഇന്ത്യയിൽ സ്റ്റേഡിയം ഇല്ല. അപ്പൊ ആ സ്റ്റേഡിയത്തെ എന്ത് ചെയ്യണം? സ്റ്റേഡിയം അപ്രൂവ്ഡ് സ്റ്റേഡിയം ആക്കി മാറ്റണം. ഫിഫ സ്റ്റാൻഡേർഡ് ഉള്ള റാങ്കിങ് ഉള്ള സ്റ്റേഡിയങ്ങളുണ്ട്, പക്ഷെ ഫിഫ സ്റ്റാൻഡേർഡ് ഉള്ള സ്റ്റേഡിയങ്ങളാണ് നമ്മുടെ എല്ലാം. പക്ഷെ അത് അപ്രൂവൽ എടുക്കണം. നമുക്ക് ഇന്ത്യയിൽ ഒരു കളി ഇത്രയും നാൾ നടക്കാത്തതുകൊണ്ട് നമ്മൾ ഇതുവരെ അപ്രൂവൽ എടുത്തിട്ടില്ല. ആ അപ്രൂവലിന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അവരെല്ലാ ക്രൈറ്റീരിയയും വെച്ചിട്ട് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്താൽ അപ്രൂവൽ കിട്ടും. ആ ക്രൈറ്റീരിയ മുഴുവൻ വെച്ച് നമ്മൾ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 1-2 ആഴ്ച കൊണ്ട് അതിന്റെ അപ്രൂവൽ കിട്ടും. ആ അപ്രൂവൽ ഞാൻ ശ്രമിച്ചത് എന്താ, ഈ നവംബർ മാസത്തിനുള്ളിൽ തന്നെ ഇതിന്റെ അപ്രൂവൽ എടുത്ത് പോകാന്നുള്ളതാണ്. ഈ 2 ക്രൈറ്റീരിയ കൊണ്ടാണ് ഈ പറയുന്ന നവംബർ വിൻഡോ നമുക്ക് കിട്ടാതെ പോകുന്നത്. ആ നവംബർ കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഇനിയും ചെയ്യും. കാരണം നവംബർ വിൻഡോ കിട്ടിയില്ല, അടുത്ത വിൻഡോയിലേക്ക് പോയി. ഈ അപ്രൂവൽ എടുത്തു കഴിഞ്ഞാൽ ഈ സ്റ്റേഡിയം അപ്രൂവൽ എടുക്കുന്ന ഈ ഒരു നവംബർ വിൻഡോ കളി നടത്താൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഇന്റർനാഷണൽ കളികൾ മുഴുവൻ നടത്താൻ വേണ്ടിയിട്ടാണ്. ഇനി എന്താ, ഈ അപ്രൂവൽ
അപ്രൂവൽ കിട്ടിയിട്ട് റിപ്പോർട്ടർ ടീമിന് ഒരു 20 കളികളും കൊണ്ടുവരും, ഇന്റർനാഷണൽ കളികൾ. അതിനൊരു ഡൗട്ടും ഇല്ല. കാരണം എന്തുകൊണ്ടാ, ഈ സ്റ്റേഡിയം അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല, ഇന്ത്യയിലുള്ള ഏത് ഫെഡറേഷനും ഏത് ടീമിനും ഇവിടെ കൊണ്ട് കളി കളിക്കാൻ കഴിയും. കാരണം ആ റാങ്കിങ്ങിലേക്ക് കൊച്ചി സ്റ്റേഡിയം മാറും. അത് കഴിഞ്ഞാൽ കേരളത്തിന് വലിയ മാറ്റം ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് പകരം ഏത് അർജന്റീന മാത്രം എന്നുള്ള നിലയ്ക്കല്ല, മെസ്സി മാത്രമുള്ള നിലയ്ക്കല്ല, നമ്മൾ ചെയ്യുന്ന എന്താ, ഈ കളികൾ നടത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നുള്ളതാണ്. അത് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പൊ അതിന് വേണ്ട അപ്രൂവൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആ സബ്മിഷൻ നമ്മൾ എടുക്കും, അത് കൊടുത്തിട്ടുണ്ട്. അത് ഒരാഴ്ച കിട്ടുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് പരിപാടി കഴിഞ്ഞു. അടുത്ത വിൻഡോ മാർച്ചിലുണ്ട്. ആ മാർച്ചിലേക്ക് നമ്മൾ ഞങ്ങൾക്ക് ഫിഫന്റെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്, അവർ എഫിനോട് സംസാരിക്കും, ധാരണയാക്കും, കളി അനൗൺസ് ചെയ്യും. അത്രയും കാര്യമുള്ളൂ. അതിനെ വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം നമ്മൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഏത് കാര്യത്തിനകത്ത്, അപ്രൂവലിന്റെ കാര്യത്തിനകത്ത് അപ്രൂവൽ അവർക്കൊരു അക്രഡിറ്റേഷൻ കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി പാസ്സാക്കി തരണം. അത് തീരാൻ പറ്റില്ല. അത് ഇന്ത്യയിൽ വേറെ ഇല്ലാന്നേ. കേരളത്തിൽ മാത്രമല്ല, വേറെ ഒരു സ്റ്റേഡിയത്തിലും ഇല്ല. അഹമ്മദാബാദ് സ്റ്റേഡിയത്തിലേക്ക് കളി മാറ്റണമെങ്കിൽ നമുക്ക് 25 ദിവസം മുന്നേ കൊടുക്കാൻ കഴിയുള്ളൂ. കാരണം അത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമം നിങ്ങൾ ശ്രമം കാണില്ല എന്നേ ഉള്ളൂ. കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്, എന്റെ കൂടെയുള്ള ആൾക്കാർ കാണുന്നുണ്ട്, സർക്കാർ കാണുന്നുണ്ട്. അത് എടുക്കുന്നത്, അത് മനസ്സിലാക്കാതെ വരില്ല എന്ന് പറയാൻ വളരെ ഈസിയാണ്.